ഇനി നമുക്ക് ചീര അവിയൽ എങ്ങനെയാണ് വെക്കുന്നതെന്നാണ് നോക്കുന്നത്. അതിനായിട്ട് നമ്മൾ ചീരയും നല്ല ചുമല ചീരയാണ് എടുത്തിരിക്കുന്നത്. ചീരയും അതുപോലെ പടവലങ്ങയും കൂടെ ചേർത്താണ് നമ്മളിന്ന് അവിയൽ തയ്യാറാക്കുന്നത്. അതിനായി നമ്മൾ ചുമല ചീര നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അത് നമ്മൾ ഉപ്പ് വെള്ളത്തിലോ അല്ലെ വിനിഗർ വെള്ളത്തിലോ ഒക്കെ ഇട്ട് നന്നായിട്ട് കുറച്ച് നേരം വെച്ചിരുന്ന് കഴുകിയെടുത്തു. അതിനുശേഷം നമുക്ക് അതിനെ ചെറുതായി അരിഞ്ഞെടുക്കാം. തണ്ടുകളുണ്ടെങ്കിൽ അത് നീളത്തിൽ തന്നെ അരിഞ്ഞിടാം. ഇലകളെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. അതിനുശേഷം ഒരു ചെറിയ പടവലങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ അവിയലിന് അരിയുന്നത് പോലെ തന്നെ നീളത്തിൽ നമ്മൾ അരിഞ്ഞെടുത്തു. ഒരു പാത്രത്തിൽ നമ്മൾ ചീരയില എടുത്തു, അതിനോടൊപ്പം പടവലങ്ങ എടുത്തു. ഇത് നമുക്ക് പടവലങ്ങയും പിന്നെ ചക്കക്കുരു ഉണ്ടെങ്കിൽ ചക്കക്കുരുവും കൂടെ ചേർത്താൽ ഒന്നുകൂടെ കൊഴുപ്പ് കിട്ടും. പക്ഷേ ചക്കക്കുരു ഇപ്പം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചീരയും പടവലങ്ങയും മാത്രമാണ് എടുത്തത്. ഒരു 4 പച്ചമുളക് അതിനകത്തിട്ടിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ തന്നെ മുളക് പൊടി, കാരണം പച്ചമുളക് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്തു. ആവശ്യത്തിന് കല്ലുപ്പും ചേർത്തു. ഒരു ഗ്ലാസ് വെള്ളവും ചേർത്ത് ഇത് അടുപ്പിൽ നമ്മൾ വേവാനായിട്ട് നമ്മൾ അടച്ച് വെക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് തിളയ്ക്കുന്ന തുടങ്ങുമ്പോൾ നമുക്ക് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ, കുറച്ച് വെളിച്ചെണ്ണ മതി. ഒരു 1/2 സ്പൂൺ വെളിച്ചെണ്ണ, ചെറിയ സ്പൂണിനാണ് 1/2 സ്പൂൺ ഞാൻ ഒഴിച്ചു കൊടുത്തത്. അപ്പം അടിക്കും പിടിക്കില്ല, കഷ്ണത്തിന് നല്ല മയവും ഉണ്ടാകും. അപ്പോൾ അതിന് ശേഷം നമ്മൾ നല്ല ആവി വന്നതിന് ശേഷം, അതായത് കഷ്ണമൊക്കെ ഒന്ന് തിളപ്പായാൽ നമ്മളതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കുക. ഇളക്കി 2-3 പ്രാവശ്യം അത് തുറന്ന് വെച്ച് ഇളക്കി യോജിപ്പിക്കണം. നമുക്കറിയാം ചീര നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണ്. അതുപോലെ തന്നെ ഇത് നല്ല ചുമല ചീരയാകുമ്പോൾ അതിൻ്റെ ചാറ് നല്ല ഇറങ്ങി വരുമ്പോഴത്തേക്ക് അതിൻ്റെ നിന്ന് ഉറി വരുന്ന വെള്ളത്തിന് നല്ല ചുമപ്പായിരിക്കും. അപ്പോഴത്തേക്ക് നമുക്കതിൻ്റെ അരപ്പ് തയ്യാറാക്കാൻ ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 7-8 ചുമന്നുള്ളി എടുത്തു. ഇത് രണ്ടും ഒരു കല്ലിൽ വെച്ച് നമ്മൾ ചതച്ചെടുക്കണം. ഒരിക്കലും ഉള്ളി അരയാൻ പാടില്ല, ഉള്ളി ചതയുക മാത്രമേ ചെയ്യാവൂ. നമ്മൾ അപ്പോഴത്തേക്ക് ചീര നമ്മുടെ വെന്ത് വന്നിട്ടുണ്ട് നല്ലതായിട്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പുളിയാണ് ചേർക്കേണ്ടത്. സാധാരണ നമ്മൾ മാങ്ങയാണ് നമ്മൾ ചീരയ്ക്ക് പുളി ചേർക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അത് ചീരയുടെ അകത്ത് നമ്മൾ ആവശ്യത്തിന് മാങ്ങയുടെ പുളി അനുസരിച്ച് നമ്മൾ അതിനകത്ത് മാങ്ങ ചേർത്തു. അതിനുശേഷം നമ്മൾ ഇളക്കണ്ട, ഇപ്പോഴേ അടച്ച് വെച്ച് വേവിക്കണം. ആ മാങ്ങയുടെ മുകളിൽ നമുക്ക് ആവി നന്നായിട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിലേക്ക് കൂട്ടി യോജിപ്പിക്കാം. അപ്പം അങ്ങനെ കഷ്ണം നന്നായിട്ട് മാങ്ങയുടെ കഷ്ണവും നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ഇപ്പം നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല ചുമപ്പ് നിറത്തിൽ അതിൽ നിന്ന് ചാറിറങ്ങി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇനി അരപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ നമ്മൾ അതിന് മുകളിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും നമ്മൾ ഒന്നിരത്തി ഇട്ട് കൊടുത്തേച്ച് വീണ്ടും നമ്മളതങ്ങ് അടച്ചു വെക്കും. അടച്ച് വെച്ച് ഈ അരപ്പിന് മുകളിൽ നല്ലതുപോലെ ആവി വന്നതിന് ശേഷം മാത്രമേ നമ്മളത് തേങ്ങ അതിലേക്ക് കൂട്ടി യോജിപ്പിക്കത്തുള്ളൂ. അങ്ങനെ തേങ്ങ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം തീ അണയ്ക്കണം. അപ്പോൾ അങ്ങനെ നമുക്ക് വളരെ സ്വാദിഷ്ടമായിട്ട് നമുക്ക് ചീര അവിയൽ തയ്യാറാക്കാം. ഇത് കൂട്ടി യോജിപ്പിച്ച് നല്ല തേങ്ങയുടെയും എല്ലാത്തിൻ്റെയും നിറം എല്ലാം ചുമപ്പ് നിറത്തിൽ തന്നെയാകും. ചക്കക്കുരു കൂടി ഇടുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഒരു കൊഴുപ്പ് അവിയലിന് കാണും, അത്രമേ ഉള്ളൂ. പടവലങ്ങയും ചീര മാത്രമായിട്ടും ഇങ്ങനെ വെക്കാം. നന്നായി കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിൽ അല്പം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നല്ല രുചിയായിരിക്കും. അപ്പം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകണം. താങ്ക് യു.